ഹായ് എവരിവൺ, ദിസ് ഇസ് ജെബിൻ സേവ്യ. നിങ്ങൾ ആപ്പിൾ എക്കോസിസ്റ്റം സത്യമായിട്ടും ഫുള്ളായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? വെറുതെ ഒരു ഡിവൈസിൽ നിന്ന് കോപ്പി ചെയ്ത് അടുത്ത ഡിവൈസിലേക്ക് പേസ്റ്റ് ചെയ്യുന്നത് മാത്രമല്ല ഈ ഒരു എക്കോസിസ്റ്റത്തിൻ്റെ ഫണ്ടമെൻ്റൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. എൻ്റെ ഐഫോൺ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് ആപ്പിൾ ഡിവൈസ്, എൻ്റെ സെയിം ആപ്പിൾ ഐ ഡിയിലുള്ള മറ്റ് ആപ്പിൾ ഡിവൈസിൻ്റെ വോളിയം വരെ കൺട്രോൾ ചെയ്യാൻ എനിക്ക് പറ്റും. അങ്ങനെ കുറേയധികം കാര്യങ്ങൾ ഈ ഒരു എക്കോസിസ്റ്റത്തിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. എന്തെന്നല്ലേ, കുറേയധികം കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഞാൻ 2-3 എപ്പിസോഡായിട്ട് അല്ലെങ്കിൽ 2-3 പാർട്ടായിട്ട് സീരീസ് ആയിട്ടൊക്കെ ഈ ഒരു വീഡിയോ റിലീസ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. നിങ്ങൾ എന്തായാലും കണ്ടു നോക്കുക, എന്തായാലും ഹെൽപ്ഫുൾ ആവും. സോ ഇതേപോലെ അടിപൊളി കാര്യങ്ങൾ അറിയാണ്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു കൊല്ലം 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് എന്തായാലും ഹിറ്റ് ചെയ്യണം. അതോടൊപ്പം ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഫോളോ ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. എല്ലാ റെഗുലറായിട്ട് വരുന്ന സ്റ്റോറീസും അപ്ഡേറ്റ്സും ന്യൂസും ഞാൻ അവിടെയും അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ദിസ് ഇസ് ജെബിൻ സേവ്യ. വെൽക്കം ടു ആപ്പിൾ എക്കോസിസ്റ്റം. നമ്മുടെ ഒന്നാമത്തെ എക്കോസിസ്റ്റം ഹിഡൻ ട്രിക്കാണ് വയർ ഡ്രോപ്പ് എന്ന് പറയുന്നത്. യെസ്, എയർ ഡ്രോപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്താണ് വയർ ഡ്രോപ്പ്? ഐഫോൺ യൂസേഴ്സ് ഏറ്റവും കൂടുതലായിട്ട് ഫോൺ യൂസ് ചെയ്യുന്നത് വീഡിയോഗ്രാഫിക്കും ഫോട്ടോഗ്രാഫിക്കുമാണ്. ഈ ഒരു വീഡിയോഗ്രാഫി എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ലാർജ് ഫയലായിരിക്കും ഓരോ വീഡിയോസിനും സൈസ് വരുന്നത്. ഇവിടെ ഞാൻ 160 ഫയൽസാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഷെയർ ഷീറ്റ് ക്ലിക്ക് ചെയ്തു, എയർ ഡ്രോപ്പ് എടുത്തു. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഈ ഒരു എയർ ഡ്രോപ്പിൽ മാക്ബുക്ക് കാണുന്നുണ്ട്. ക്ലിക്ക് ചെയ്താൽ ഫയൽസ് എയർ ഡ്രോപ്പായിട്ട് ട്രാൻസ്ഫർ ആകും. പക്ഷേ ഈ 160 ഫയൽസ് ട്രാൻസ്ഫർ ആവാൻ അത്യാവശ്യം സമയമെടുക്കും. അവിടെയാണ് നമ്മുടെ മാക്ബുക്കിൽ കണക്ട് ചെയ്യുന്ന ഈ ഒരു USB-C ചാർജർ അല്ലെങ്കിൽ C കണക്ടർ ഞാൻ എടുത്തിരിക്കുന്നത്. എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ആപ്പിളിൻ്റെ ഒഫീഷ്യൽ C ടൈപ്പ് തന്നെ യൂസ് ചെയ്യാനാണ്. ഞാൻ ഡിവൈസിൽ പ്ലഗ് ഇൻ ചെയ്തു. നമുക്ക് മനസ്സിലാവും എൻ്റെ ഡിവൈസ് ഇപ്പോൾ ചാർജിങ് ആണ് അല്ലെങ്കിൽ കണക്റ്റഡ് ആയിട്ടുണ്ട് മാക്കായിട്ട്. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പറയുന്ന എല്ലാ ഡാറ്റേഴ്സും ട്രാൻസ്ഫർ ആകാൻ പോകുന്ന വയർ ത്രൂ ആണ്. നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഇവിടെ ഇപ്പോൾ വെയിറ്റിംഗ് കാണിക്കുന്നുണ്ട്. ഈ ഒരു വെയിറ്റിംഗ് കഴിഞ്ഞ ശേഷം ഡിവൈസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത് ത്രൂ നമ്മുടെ വയറാണ്. അതുകൊണ്ട് തന്നെ എയർ ഡ്രോപ്പിനെക്കാട്ടും 4 ടൈം ഫാസ്റ്റർ ആയിരിക്കും ഈ പറയുന്ന വയറിൽ കൂടെ ഞാൻ എൻ്റെ ഡാറ്റ ഐഫോണിൽ നിന്ന് മാക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ. രണ്ടാമത്തെ ഹിഡൻ ട്രിക്കും എയർ ഡ്രോപ്പിനെ ബേസ് ചെയ്താണ്. എയർ ഡ്രോപ്പ് ഇനി മുതൽ നിങ്ങൾക്ക് നിയർ ബൈ ഒരു ഡിവൈസ് വെച്ചുകൊണ്ട് മാത്രം ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ പൊതുവേ നമ്മൾ എയർ ഡ്രോപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഡിവൈസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ ഡിവൈസിലേക്കോ നമ്മുടെ ഫോട്ടോസ് ഷെയർ ചെയ്യും. ഫോട്ടോസ് ഷെയർ ചെയ്യുമ്പോൾ ഇത്രയും ക്ലോസ് ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രോക്സിമിറ്റിയിൽ നമ്മുടെ ഡിവൈസ് വെക്കുന്നത് ഫാസ്റ്റായിട്ട് ഷെയർ ആവാനും അത് ക്യാൻസലായി പോകാതിരിക്കാനുമാണ്. ആ ഒരു സാഹചര്യം ഇനി മുതൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല. കൂട്ടുകാരൻ എവിടെയെങ്കിലും പോകണം അല്ലെങ്കിൽ ഈ ഡിവൈസ് എവിടെയെങ്കിലും യാത്ര ചെയ്യണമെങ്കിൽ ചെയ്തോട്ട് എയർ ഡ്രോപ്പിംഗ് ത്രൂ ഇൻ്റർനെറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണല്ലേ, സെറ്റിങ്സ് എടുക്കാം, ജനറൽ ഓപ്ഷൻ എടുത്തിട്ട് എയർ ഡ്രോപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യാം. ഇവിടെ ഔട്ട് ഓഫ് റേഞ്ച് എന്ന ഓപ്ഷനിൽ യൂസ് സെല്ലുലർ ഡാറ്റ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മുടെ ഈ ഒരു ക്ലോസ് പ്രോക്സിമിറ്റിയിൽ നിന്ന് ഷെയർ ചെയ്യുന്ന ഡിവൈസ് പോയാലും ഇൻ്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ എയർ ഡ്രോപ്പ് ചെയ്യുന്ന ഫയൽസ് ട്രാൻസ്ഫർ ആവും. പക്ഷേ മേക്ക് ഷുവർ നിങ്ങളുടെ ഡിവൈസിൻ്റെ സെല്ലുലർ ഡാറ്റ എപ്പോഴും ഓൺ ആണെന്ന് ഉറപ്പുവരുത്തുക. അതോടൊപ്പം റിസീവ് ചെയ്യുന്ന വ്യക്തിക്കും സെല്ലുലർ ഡാറ്റ ഓൺ ആണെന്ന് ഉറപ്പുവരുത്തുക. അടുത്ത എക്കോസിസ്റ്റം ഹിഡൻ ഫീച്ചറാണ് അൺലോക്ക് ബൈ നിയർ ബൈ ഡിവൈസസ് എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ആപ്പിൾ വാച്ച് ഉപയോഗിച്ചുകൊണ്ട് ഐഫോണും അതോടൊപ്പം മാക്ബുക്കും അൺലോക്ക് ചെയ്യും. എൻ്റെ ഐഫോൺ ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ ആപ്പിൾ വാച്ചും എനിക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും. ഞാൻ അത് എങ്ങനെയാണെന്ന് പറയാം. നേരെ സെറ്റിങ്സ് എടുക്കാം, താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് ഈ പറഞ്ഞ ഫേസ് ID ആൻഡ് പാസ്വേഡ് എന്ന ഓപ്ഷൻ നമുക്ക് എടുക്കാം. ഈ ഒരു ഓപ്ഷൻ നമ്മൾ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും ആപ്പിൾ വാച്ച് എന്ന നിയർ ബൈ ഡിവൈസിൽ ആപ്പിൾ വാച്ച് എനേബിൾഡ് ആണെങ്കിൽ മാത്രമാണ് വാച്ച് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഐഫോൺ അൺലോക്ക് ചെയ്യാൻ പറ്റുന്നത്. അതേ സെയിം ഫീച്ചേഴ്സും ഫങ്ഷണാലിറ്റീസും നമ്മുടെ മാക്ബുക്കിലും ആപ്പിൾ വാച്ചിൻ്റെ സെറ്റിങ്സിലും ഈ ഒരു നിയർ ബൈ ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്യണം. ഇനി ഞാൻ എൻ്റെ വാച്ച് ഇതേപോലെ ഊരിയെടുത്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ലോക്ക് ആയിട്ടുണ്ട്. എൻ്റെ ഐഫോൺ ഞാൻ ലോക്ക് ചെയ്തു. ആപ്പിൾ വാച്ച് ഞാൻ എൻ്റെ കൈ കെട്ടാണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഇപ്പോഴും എൻ്റെ ആപ്പിൾ വാച്ചിൽ പാസ്കോഡ് ടൈപ്പ് ചെയ്യാനുണ്ട്. എൻ്റെ ഐഫോൺ ഞാൻ അൺലോക്ക് ചെയ്യാണ്. നോക്കുമ്പോൾ മനസ്സിലാവും അൺലോക്കിംഗ് വാച്ച് വിത്ത് ഐഫോൺ എന്നാണ് കാണിക്കുന്നത്. ഇവിടെ തന്നെ നമുക്ക് ലോക്ക് ചെയ്യാം ആൻഡ് അൺലോക്ക് ചെയ്തിട്ടുണ്ട്. അതെ കണ്ടോ, ആപ്പിൾ വാച്ച് അൺലോക്ക് ചെയ്ത് നമ്മുടെ ഐഫോൺ ഉപയോഗിച്ചിട്ടാണ്. ഇതെന്താണ് ഈ ഒരു ഫംഗ്ഷനാലിറ്റിയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആപ്പിൾ വാച്ച് ചില സമയത്ത് പെട്ടെന്ന് വെയർ ചെയ്തിട്ട് വർക്കിനോ വർക്കൗട്ടിനോ പോകും. പക്ഷേ അത് അൺലോക്ക് ചെയ്യാൻ നമ്മൾ മറന്നു പോകാറുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ
ഐഫോൺ എപ്പോഴെങ്കിലും നമ്മൾ അൺലോക്ക് ചെയ്യുമ്പോൾ ആ ഓട്ടോമാറ്റിക്കലി ഉള്ള സിങ്ക്രണൈസേഷൻ നമ്മുടെ ആപ്പിൾ വാച്ചിലേക്ക് കൊടുക്കുകയും ഐഫോൺ ഉപയോഗിച്ചുകൊണ്ട് ആപ്പിൾ വാച്ച് ഓട്ടോമാറ്റിക്കലി അൺലോക്ക് ചെയ്യാൻ പറ്റും. ഇത് സെക്യൂരിറ്റി റീസൺ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് തൊട്ട് മുമ്പ് കാണിച്ച ആ ഒരു ലോക്ക് ഓപ്ഷൻ ഇല്ലേ, അത് ക്ലിക്ക് ചെയ്താൽ പിന്നീട് ഐഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റില്ല. കറക്റ്റ് പാസ്വേഡ് അടിച്ചു കൊടുത്താൽ മാത്രമാണ് ഈ വാച്ച് ആയിക്കോട്ടെ ഐഫോൺ ആയിക്കോട്ടെ ഏത് നിയർ ബൈ ഡിവൈസും ലോക്ക് ചെയ്താൽ പിന്നീട് ഓപ്പൺ ചെയ്യണമെങ്കിൽ ആ ഒരു പാസ്കോഡ് കറക്റ്റായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അടുത്ത എക്കോസിസ്റ്റം ഹിഡൻ ഫീച്ചറാണ് നെയിം ഡ്രോപ്പ് എന്ന് പറയുന്നത്. ഐഫോണിലെ വൺ ഓഫ് ദ മോസ്റ്റ് അണ്ടർ റേറ്റഡ് ആയി പോയ ഒരു ഫീച്ചറാണ്. ഇപ്പോഴും ഞാൻ കാണാറുണ്ട് പല പുതിയ ഫ്രണ്ട്സും നമ്പർ കൊടുക്കുമ്പോൾ അവരുടെ നമ്പർ പറഞ്ഞാണ് കൊടുക്കാറ്. അതിൻ്റെ ആവശ്യമില്ല. ആസ് എ ഐഫോൺ യൂസർ വി ഹാവ് എ പ്രിവിലേജ് കോൾഡ് നെയിം ഡ്രോപ്പ്. നമ്പറൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഒരു ഓൾഡ് ഫാഷനാണ്. അതോടൊപ്പം ആ ഒരു നമ്പർ പറഞ്ഞു കൊടുത്ത് അതവർ സേവ് ചെയ്ത് എപ്പോഴെങ്കിലും അവർക്ക് പിക്കിടാൻ തോന്നിയാലാണ് ആ ഒരു പിക്ക് പ്രൊഫൈൽ പിക്കായിട്ടാണെങ്കിലും അവരിടുള്ളൂ. പക്ഷേ നമ്മുടെ ആപ്പിൾ ഇതേപോലെ കോണ്ടാക്ട് പോസ്റ്റർ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ പേരും ഫോട്ടോയും ഷെയർ ചെയ്യണമെങ്കിൽ ആ ഒരു ഓപ്ഷൻ ഇതേപോലെ നമുക്ക് ഓൺ ചെയ്താം. ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഷെയർ ഓട്ടോമാറ്റിക്കലി എന്നുണ്ട്. ഈ ഒരു ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഒരു സ്ട്രേഞ്ച് നമ്പർ നമ്മളെ വിളിക്കുകയാണ്, മേ ബി നമ്മുടെ ഫ്രണ്ടിൻ്റെ പുതിയ നമ്പർ ആയിരിക്കാം. ആ ഒരു കോൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി കോൾ എടുക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു ചെറിയ പോപ്പ് വരും, ഷെയർ ചെയ്യട്ടെ എന്ന്. അവിടെ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ സെയിം പ്രൊഫൈൽ പിക്കും ബാക്കി പേരും കാര്യങ്ങളും എല്ലാം ഓട്ടോമാറ്റിക്കലി ഷെയർ ചെയ്യും. അതുപോട്ടെ വേറൊരു ഹിഡൻ ട്രിക്ക് ഇതിൽ തന്നെ ഉണ്ട്. നിങ്ങളുടെ സുഹൃത്തിൻ്റെ ഐഫോൺ ഒന്ന് കരുതുക, ജസ്റ്റ് ഇതേപോലെ നിയർ ബൈ ആയിട്ടൊന്ന് വെക്കുക. ഇപ്പോൾ നോക്കുമ്പോൾ മനസ്സിലാവും എൻ്റെ 2 ഡിവൈസും സെയിം ആപ്പിൾ ഐ ഡി ആണെന്നാണ് കണക്റ്റഡ് എന്ന് കാണിക്കുന്നത്. ഒരു പുതിയ ഫ്രണ്ടിനാണെങ്കിൽ ഈ പറയുന്ന ഓപ്ഷൻ കണക്റ്റ് ആവാതെ നെയിം ഡ്രോപ്പിൻ്റെ ഓപ്ഷൻ പോപ്പപ്പായി വരും. അതുകൊണ്ട് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി, നിങ്ങളുടെ ഫോൺ നമ്പർ, നിങ്ങളുടെ ഫോട്ടോ എന്താണ് ഷെയർ ചെയ്യേണ്ടത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ആ ഒരു ഫ്രണ്ടിനും ഷെയർ ചെയ്യാൻ പറ്റും. ആൻഡ് ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ നിങ്ങളായിട്ട് പറയാൻ വേണ്ടി അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ച കാര്യങ്ങൾ. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പുതിയതായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇതിലേക്കാട്ടും കൂടുതൽ കാര്യങ്ങൾ അറിയാമെങ്കിൽ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. നമ്മുടെ അപ്കമിങ് സീരീസിലെ നിങ്ങളുടെ ഓരോ സജഷൻസും നമ്മൾ ആഡ് ഓൺ ചെയ്തായിരിക്കും. സോ ഇതേപോലെ അടിപൊളി കാര്യങ്ങളാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഫോളോ ഓൺ ഇൻസ്റ്റാഗ്രാം ഓൾസോ. ആൻഡ് ദിസ് ഇസ് Jebin Xavier. Thank you so much for watching and see you on the next video.